പക്ഷെ എന്ത് കണ്ടിട്ടാണ് കേരളത്തിൽ 2026-ൽ NDA അധികാരത്തിൽ വരും എന്ന് പറയുന്നതെന്നാണ് CPM വിചാരിക്കുന്നത്? അല്ല, രണ്ട് സഹോദരന്മാരും അല്പം കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. കേരളത്തിലെ RSS കടന്നു വരാൻ 6-7 ഘട്ടങ്ങളിലായി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പല രൂപത്തിലാണ് അവർ വന്നിട്ടുള്ളത്. 1971-ൽ തലശ്ശേരിയിൽ വർഗീയ കലാപത്തിലൂടെയാണ് RSS കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്ന ഒരു തുടക്കമിട്ടത്. പിന്നീട് നമ്മൾ പല പരീക്ഷണങ്ങളും BJP ഇവിടെ നടത്തിയായിട്ട് കണ്ടു. BJP രൂപമെടുത്ത ശേഷം ആ പരീക്ഷണങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് ശബരിമല പൂങ്കാവനമാണ്, ആ പൂങ്കാവനത്തെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭണം 1984 ഹിന്ദു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തെ പിടിക്കാൻ പരിശ്രമം നടത്തി. പിന്നീട് നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴാണ് കോൺഗ്രസ്, ലീഗ്, BJP കോലീബി സഖ്യം. 1991-ൽ K. കരുണാകരന്റെ കാലഘട്ടത്തിലാണ് KG മാരാർ എഴുതിയിട്ടുള്ള പാഴായ പരീക്ഷണം. ഒരു പുസ്തകം തന്നെയുണ്ട്. കോൺഗ്രസും BJPയും കൂടെ എങ്ങനെയാണ് സഖ്യം ചേർന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായൊരു പുസ്തകമാണ്. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർക്ക് വേണമെങ്കിൽ കുറെ കൂടെ വിശദാംശങ്ങൾ അതിൽ ചേർക്കാനുണ്ടാവും. അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണല്ലോ KG മാരാർ സാർ പറയുന്നത്. അതിനുശേഷമാണ് കോലീബി, വടകര, ബേപ്പൂർ. നമ്മുടെ മുമ്പിൽ നിറയെ അനുഭവങ്ങളുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സമത്വ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിനകത്ത് BDJSന്റെ നേതൃത്വത്തിൽ ഒരു പരിശ്രമമാണ്. അത് ഏതാണ്ട് പരാജയപ്പെട്ടു. അതിനുശേഷമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് മുസ്ലിമിനെതിരെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ ഒരുമിക്കുക. 5 കൊല്ലത്തിന് ഇവിടെ അമിത്ഷാ വന്നപ്പോൾ അന്ന് കേട്ടത് ചുവപ്പ് ജിഹാദി ഭീകരതയ്ക്കെതിരായിട്ട് കേരളം പൊരുതണം. ഓരോ അമിത്ഷയുടെ വരവിലും പുതിയ പുതിയ കാസറ്റ് ഇടുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളാണ് അമിത്ഷാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഭാഷാഭ്രാന്തൻ. മലയാളം എന്ന ഭാഷ അംഗീകരിക്കുന്ന മലയാളിയുടെ മനസ്സിനകത്ത് ഹിന്ദു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എന്ന RSSന്റെ ആശയം അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ഭാഷാഭ്രാന്തൻ. മലയാള ഭാഷയ്ക്ക് അംഗീകാരം തരാതിരിക്കാൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷാഭ്രാന്തനായ ആഭ്യന്തരകാര്യമന്ത്രി. അദ്ദേഹം പരാജയപ്പെട്ട ആഭ്യന്തരകാര്യമന്ത്രിയാണ്. മണിപ്പൂരിൽ അദ്ദേഹം ആഭ്യന്തരകാര്യമന്ത്രി ആയിരുന്നിട്ട് ഇപ്പോൾ 4 കൊല്ലമായിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാരതാംബയുടെ ചിത്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിൽ ഉള്ള സ്ത്രീക്ക് ഉടുതുണിയില്ല. മണിപ്പൂരിൽ ഒരുപ്പുറത്തിരിക്കുന്ന സ്ത്രീക്ക് ഉടുതുണിയില്ലാത്ത മണിപ്പൂരിലെ സ്ത്രീയാണ് കൊടിയും പിടിച്ചുകൊണ്ട് RSSന്റെ കൊടിയും പിടിച്ചുകൊണ്ട് മണിപ്പൂരിൽ നിൽക്കുന്നത്. അമിത്ഷയോട് ആദ്യം പോയി ഒരു ശകലം തുണി വാങ്ങിച്ചു കൊടുക്കാൻ പറ. അവരുടെ മണിപ്പൂരിലെ ഭാരതാംബയ്ക്ക്, ഭാരതമാതാ കി ജയ്. മണിപ്പൂരിൽ ഭാരതമാതയ്ക്ക് തുണിയില്ല, ഉടുതുണി നഷ്ടപ്പെട്ടു, അവരെ മാനഭംഗം ചെയ്തു. ഈ അമിത്ഷയുടെ കൺമുമ്പിൽ വെച്ച് അനങ്ങിയ അമിത്ഷാ. ഈ അമിത്ഷാ ഇന്ത്യ ഭരിക്കുമ്പോഴല്ലേ 34 ഇന്ത്യക്കാരെ പഹൽഗാമിൽ വെടിവെച്ച് കൊന്നത്? ഇവരെന്താ പറഞ്ഞത്? രാഷ്ട്രീയ അഴിമതി ഇല്ലാത്ത പാർട്ടിയാണോ BJP? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി BJP ആണ്. തിരുവനന്തപുരത്തെ BJPയുടെ ആഫീസ് അഴിമതിയുടെ സ്മാരകമല്ലേ? നാട്ടുകാരുടെ കാശ് പിരിച്ചിട്ട് ആഫീസ് ഉണ്ടാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാ ജില്ലയിലും ഞാൻ ആഫീസ് കൊണ്ടു തരാം, നിങ്ങളാരും കാശ് മുടക്കണ്ട. ഇവിടെ മുഴുവൻ കള്ളപ്പണം കൈകാര്യം ചെയ്തില്ലേ? കൊടകര കുഴൽപ്പണം കേസ് കണ്ടുപിടിച്ചില്ലേ? ഇവിടെ മുഴുവൻ കള്ളപ്പണം വെച്ച് കൈകാര്യം ചെയ്യുമെന്നാണ് അമിത്ഷാ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കള്ളപ്പണം ഞങ്ങൾ കൈകാര്യം ചെയ്യും, ED നിങ്ങളെ പിടിക്കത്തില്ല, CBI നിങ്ങളെ പിടിക്കത്തില്ല. അപ്പോൾ 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയൊരു കൂട്ടർ, ഈ രാജ്യത്തെ ഭരണം തകർത്തൊരു കൂട്ടർ. ഇനി ഇവർ നല്ല ഭരണമാണോ? നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ആളുകൾ ഓർക്കണ്ടേ, നല്ല ഭരണമാണോ? ഞാൻ നാഗ്പൂരിൽ നിന്നുള്ള BJP MP നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രസംഗം ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യ രാജ്യമാണ് ലോകത്ത് അസമത്വം ഏറ്റവും വേഗത്തിൽ വർദ്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്. ശതകോടീശ്വരന്മാർ ഈ മോദി ഭരണത്തിനകത്ത് 253 എണ്ണമായി, 251 എണ്ണമായി. ഈ കോവിഡ് വന്ന ശേഷം ഇവിടുത്തെ മുതലാളിമാർക്ക് കിട്ടിയ സമ്പത്തിന്റെ വളർച്ച നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് അമിത്ഷാ മോദി അധികാരത്തിൽ ഇരിക്കുന്നത് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാനല്ല, പിണറായി സർക്കാർ ചെയ്യുന്ന പോലെ. സാധാരണക്കാരന്റെ സ്കൂൾ നന്നാക്കാനല്ല, സാധാരണക്കാരന്റെ ആശുപത്രി നന്നാക്കാനല്ല, കേരളത്തിൽ LDF ചെയ്യുന്ന വികസന മാതൃക ഉണ്ടാക്കാനല്ല മോദി അധികാരത്തിൽ ഇരിക്കുന്നത്, അമിത്ഷാ അധികാരത്തിൽ ഇരിക്കുന്നത്. അവർ കേരളത്തിനകത്ത് കോർപ്പറേറ്റ് അജണ്ടയായിട്ടാണ് വരുന്നത്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നു, ഈ 5 കൊല്ലത്തിനിടയ്ക്ക് ഈ അമിത്ഷാ മുഖ്യമന്ത്രി ആഭ്യന്തരകാര്യമന്ത്രിയായ ശേഷം ഈ കാലഘട്ടത്തിൽ കേരളത്തിന് എന്തു നീതി കിട്ടി? നമുക്ക് എയിംസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. വിഴിഞ്ഞ തുറമുഖത്തിന് 1 വെള്ളി രൂപയുണ്ടോ? ഒരു പന്തിയിൽ 2 വിളമ്പല്ലേ? വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമുക്ക് പ്രത്യേക ധനസഹായം ഉണ്ടോ? ഉത്തരേന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്കോ തെലങ്കാനയ്ക്കോ ആന്ധ്രയ്ക്കോ എത്ര കോടി കൊടുത്തു? ഇതെല്ലാം ചെയ്തു വെച്ച കൂട്ടർ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ കയ്യിൽ കുറെ പണമുണ്ട്, അധികാരമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ കേരളത്തിന്റെ മേലെ വെച്ച് കെട്ടാൻ വേണ്ടി ഒരു പണി നടത്തുന്നു. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രകൃതി.
കുമ്പസാരത്തിനിടയിൽ കൂടെ പശുവിനെ കിടത്തുന്ന പണി ഇറക്കിയത്. എന്താണ് പണി ഇറക്കിയത്? തൃശ്ശൂര് BJP ജയിച്ചത് LDFന്റെ വോട്ട് കുറഞ്ഞിട്ടാണ്. സന്ദീപ് വാര്യർക്ക് അന്ന് കോൺഗ്രസിൽ ആയിരുന്നോ BJPയിലായിരുന്നോ? നേമത്ത് ആരുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് BJP ജയിച്ചത്? നേമത്ത് UDFന്റെ വോട്ട് 8000 ആയപ്പോഴല്ലേ BJP ജയിച്ചത് രാജഗോപാൽ. ഇപ്പുറത്ത് സുരേഷ് ഗോപിക്ക് 83,000 വോട്ട് TN പ്രതാപന് കിട്ടിയതിനേക്കാൾ കുറഞ്ഞില്ലേ അവിടെ? അതില്ലേ സുരേഷ് ഗോപി ജയിക്കുമോ? നമ്മുടെ ഒരു ചർച്ചയ്ക്കിടയിലൂടെ ഇങ്ങനെ ഓരോ തേങ്ങ ഇടരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വസ്തുതാപരമായി പറയാം. BJPയെ ചെറുക്കുന്ന യുദ്ധത്തിലാണ് കേരളം. ഈ കാവി പതാകയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ അവതരിപ്പിക്കുന്ന ഈ നമുക്ക് താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കണക്കുകളുടെ വസ്തുതകളിലേക്ക് ഒന്ന് നോക്കാം. അതിപ്പോ കോൺഗ്രസ് പറയുന്നതോ CPM പറയുന്നതോ BJP പറയുന്നതോ എന്നതല്ല. കണക്കുകളുടെ വസ്തുതയും ഈ ഓരോ പാർട്ടികളും അവരുടെ സെൽഫ് അസസ്മെന്റുകളിൽ സ്വയം വിലയിരുത്തലുകളിൽ എങ്ങനെയൊക്കെയാണ് കണക്കുകൾ പങ്കുവച്ചു നോക്കുകയാണെങ്കിൽ 2024 നവംബർ 5-ാം തീയതി CPMന്റെ അന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ റിപ്പോർട്ടിനകത്ത് താങ്കൾക്ക് അത് അറിവുള്ളതായിരിക്കും. ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. RSSന്റെ വളർച്ച കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അത് ചെറുക്കേണ്ടതുണ്ട്. കേരളത്തിൽ 10 വർഷത്തിനിടെ 7% LDF വോട്ട് കുറഞ്ഞു. അതിന് റിപ്പോർട്ടിൽ തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40.42% വോട്ട് വിഹിതമാണ് LDFിലുണ്ടായിരുന്നത്. 2024 എത്തിയപ്പോ അത് 33.35% കുറഞ്ഞു. അല്ല, അതെ, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിലയിരുത്തി. ആ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഹോംവർക്ക് ചെയ്തപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ചേലക്കരയിൽ എങ്ങനെയാണ് ഞങ്ങൾ വോട്ട് നേടി ജയിച്ചത്? ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ പരിസരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊക്കം കൂടിയത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗുകാരും SDP എല്ലാം കൂടി വോട്ട് തടുത്തുകൂട്ടി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടിക്കെട്ടുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. അതൊരു കൃഷിയാണ്. മതന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭയപ്പെടുത്തി UDFിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആ കൃഷി പൊളിക്കും. ആ കൃഷി ഞങ്ങൾ പൊളിച്ചു. ചേലക്കരയിലെ കണ്ടതാണ് പാലക്കാട്ടെ ബലമല്ല. പാലക്കാട് ചേലക്കരയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലുണ്ട്? പക്ഷെ പാലക്കാട്ടെ ബലമല്ല ചേലക്കര വന്നത്. ചേലക്കര ബലം മാറാൻ കാരണം എന്താണ്? ഞങ്ങൾ ആ സ്വയം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കൃഷി ഞങ്ങൾ പൊളിച്ചു. അത് പൊളിച്ചു എന്നല്ലേ നിലമ്പൂർ കാണുന്നത്. നിലമ്പൂർ ബലം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും 25,000-ത്തിലേറെ വോട്ട് ഞങ്ങൾക്കവിടെ വർദ്ധിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിനർത്ഥം എന്താണ്? ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിനകത്ത് പരാജയമുണ്ടായാൽ പരാജയ കാരണങ്ങൾ പഠിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പെടലിക്ക് ചവിട്ടിയതുകൊണ്ട് ചില തടസ്സങ്ങൾ വന്നു. ആ കുറവുകൾ ഇനി ഉണ്ടാവില്ല. നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കി മതി. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇതിപ്പോ കണ്ടതല്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇപ്പൊ കണ്ടതല്ല. 1986 CPMൽ തർക്കം ഉണ്ടായി. 85 എന്താ CPMന്റെ തർക്കം ഉണ്ടായത്? ഈ മുസ്ലിം ലീഗിനെ LDFിൽ കൂട്ടണമെന്ന തർക്കം. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ലീഗിനെ കൂട്ടണം. അപ്പൊ EMS അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു നിങ്ങൾ ലീഗിനെ കൂട്ടിയാൽ ഒരു അപകടം വരും, BJP വളരും, RSS വളരും. അതുകൊണ്ട് 86 വിജയവാഡയിൽ ചേർന്ന CPMന്റെ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. RSSന്റെ വളർച്ച തടയാൻ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി പാടില്ല. ഇന്ന് BJP പ്രഖ്യാപിച്ച അവരുടെ ഭാരവാഹി പട്ടികയിൽ 2 പേര് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് VC-മാരായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നവരാണ്. രാജീവ് ഗാന്ധിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആസ്ഥാന ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന KS രാധാകൃഷ്ണനാണ് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ കാലിക്കറ്റിലെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനാ നേതാവാണ് ഇപ്പോൾ VC-യുടെ ചാർജ്. പുള്ളി സേവാഭാരതിയുടെ ഓഫീസിൽ താമസമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലം നേർത്തില്ലാതെയാകുന്നതുകൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ പറ്റുന്നത്. ഇന്നലെ കോൺഗ്രസ് ആയിരുന്നവർ ഇന്ന് BJP ആകും, ഇന്ന് BJP ആയിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് പോകും. ഇവർ തമ്മിലുള്ള തർക്കത്തിലൊന്നും കാര്യമില്ല. ഈ 2 ആളുകളും നമ്മുടെ സമൂഹത്തെ വർഗീയവൽക്കരിക്കുകയാണ്. ജീവിതത്തിൽ 10-30 കൊല്ലക്കാലം ഈ കേരളീയ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ നിന്ന സന്ദീപ് വാര്യനെ മതനിരപേക്ഷമാക്കാൻ പറ്റുമോ? അദ്ദേഹം അതിന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ച അവിടെയാണ്. ഇനി കുറച്ചു കാലം ഉള്ള കുറച്ചു കാലം അദ്ദേഹം മതനിരപേക്ഷമാക്കാൻ പണിയെടുക്കുകയാണോ? RSSനെ CPM കൂട്ടുചേർന്ന ഒരു മുന്നണിയാക്കി എന്ന് പറയുന്ന കളവ് എന്തിനാ പറയണത്? പച്ചക്കള്ളല്ലേ പറയുന്നത്? കേരളത്തിന് പുറത്ത്, ബംഗാളിന് പുറത്ത്, ത്രിപുരയ്ക്ക് പുറത്ത് CPM ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ചേർന്നിട്ടുണ്ടോ? നിങ്ങൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഞങ്ങൾ 67 തൊട്ട് മുന്നണിയായിരുന്നു RSS എന്ന കളവ് പറയുകയാണ്. എന്നിട്ട് എന്ത് അടുത്ത കളവ് എന്താ പറയണത്? അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി കൂട്ടുചേരുന്നതിൽ തർക്കം ഉണ്ടായപ്പോൾ സുന്ദരിയെ രാജിവെച്ചു. അപ്പൊ 67 ആരാണ് പാർട്ടി സെക്രട്ടറി? 67 RSSുമായിട്ട് കൂട്ടി നടന്നിട്ട് പിന്നെ 67 കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞാണോ സുന്ദരിയെ രാജിവെക്കുന്നത്? ഈ കോൺഗ്രസിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും വാങ്ങിച്ചോണം. ഞങ്ങളുടെ നേരെ വരരുത്.